ഞാൻ ഈ വീഡിയോന് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഡിമാർട്ടിന്റെ ഫണ്ടമെന്റൽ അനാലിസിന്റെ വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 മേടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ സ്റ്റോക്കാണ് ഡിമാർട്ട് എന്ന്. ആ വീഡിയോയിൽ തന്നെ ഞാൻ HDFC ബാങ്കിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായില്ല HDFC ബാങ്കിനെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് HDFC ബാങ്കും ഡിമാർട്ടിന്റെ പോലെ തന്നെ 2024 അല്ലെങ്കിൽ ഈവൻ ടു 2025 ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫണ്ടമെന്റൽ സ്റ്റോക്ക് ആയിട്ടുള്ള എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് HDFC ബാങ്കിന്റെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. HDFC ബാങ്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലാണെന്ന് പറയാം, അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് HDFC ബാങ്ക് ഒരു ഡിസംബർ 2020 തൊട്ടിട്ട് ഇന്നേക്ക് വരെ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഇതുവരെ മൂവ് ചെയ്തിട്ടുള്ളത്. ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 1700 ടു ഒരു 1300 ആ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് HDFC ബാങ്ക് നീങ്ങിയിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരു പെർസെൻറ്റേജ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% അല്ലെങ്കിൽ ഒരു 25% ഇടയിലാണ് HDFC ബാങ്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 3.5 വർഷം ഒക്കെ ആയിട്ട് HDFC ബാങ്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പീരീഡാണ്. ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഒരു 20% റേഞ്ചിന്റെ ഉള്ളിൽ 4 വർഷത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 3.5 വർഷം മാത്രം അതിൻ്റെ ആ റേഞ്ചിന്റെ ഉള്ളിലാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട് HDFC ബാങ്ക്. ഇപ്പം നിങ്ങൾ കാണുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇത്രയും കാലമായിട്ട് ഈ റേഞ്ചിന്റെ ഉള്ളിലാണ് HDFC ബാങ്ക് മൂവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പൊ മേടിക്കാനായിട്ട് ഇത്രയും നല്ലൊരു ഓപ്ഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് പലർക്കുള്ള സംശയമാണ് എന്തുകൊണ്ടാണ് HDFC ബാങ്ക് ഇപ്പോഴും ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അപ്പ് മൂവ്മെന്റ് ഓർ ഈവൻ ഒരു ഡൗൺ മൂവ്മെന്റ് നടത്താത്ത എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് HDFC ബാങ്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ റേഞ്ചിന്റെ ഉള്ളിൽ കിടന്ന് നീങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് അസംഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഈ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ്. ഇവിടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു HDFC ബാങ്കിൽ. ഈ 10 ലക്ഷം രൂപയ്ക്ക് HDFC ബാങ്ക് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആനുവലി. പറഞ്ഞാൽ 10 ലക്ഷത്തിന്റെ 5% എന്ന് പറഞ്ഞാൽ 50,000 രൂപ. അപ്പൊ 50,000 രൂപയാണ് HDFC ബാങ്ക് നമുക്ക് എല്ലാ വർഷവും തരുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. അവര് പക്ഷെ ഈ ഒരു എമൗണ്ട് അവര് ലോണിന് വേറെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ ലോണിന് കൊടുക്കുന്നത് 10%. അപ്പൊ 5% നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുന്നു, 10% അത് വേറെ ആളുകൾക്ക് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന 5% എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 5% തന്നിട്ട് ബാക്കിയുള്ളവർക്ക് 10% കൊടുക്കാന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അവിടെ 5% ആണല്ലോ. അപ്പൊ 5% ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പ്രീ മെർജർ പോസ്റ്റ് മെർജർ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. മുന്നേ HDFC ബാങ്കും HDFCയും ഡിഫറെന്റ് സ്റ്റോക്കുകളായിരുന്നു, 2 സ്റ്റോക്കുകളായിരുന്നു. പക്ഷെ സെപ്റ്റംബർ 2023 ഈ 2 സ്റ്റോക്കും കൂടി അല്ലെങ്കിൽ 2 കമ്പനി മെർജ് ചെയ്തിട്ട് ഇപ്പോൾ HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പനി ആയിട്ട് നിൽക്കുക. അപ്പൊ ഈ പ്രീ മെർജർ കാണിക്കുന്നത് മെർജിങ് നടക്കുന്നതിന് മുന്നേ, ഈ 2 കമ്പനി ഒന്നാവുന്നതിന് മുന്നേ ഉണ്ടായിരുന്നിട്ടുള്ള നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ്. അതൊരു 4.34% ആ റേഞ്ചിലാണ് പ്രീ മെർജർ ഉണ്ടായിരുന്നത്. പ്രീ മെർജർ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉണ്ടായിരുന്നത്. പോസ്റ്റ് മെർജറിലേക്ക് കടന്നപ്പോൾ അത് ഓൾമോസ്റ്റ് 3.4%, അതായത് ഒരു 0.6% കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബാങ്കിന്റെ കോർ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ നിന്ന് വരുന്നത്. അതായത് സാധാരണ ആളുകളിൽ ഇന്ന് ഡെപ്പോസിറ്റ് മേടിച്ചിട്ട് അത് ലോണിന് കൊടുക്കുമ്പോൾ ലോണ് കൂടുതൽ പെർസെൻറ്റേജ് ലോണിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ആണ് ബാങ്കിന്റെ പ്രൈമറി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റിൽ 0.6% കുറവുണ്ട്. അതൊരു എന്താ പറയാ, അതൊരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് 0.6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും 4 വർഷമായിട്ട് ബാങ്കിന്റെ എന്താ പറയാ ബാക്കി ഫിനാൻഷ്യൽസ് ഒക്കെ നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം, പിന്നീട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷെ എങ്കിൽ കൂടി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞു എന്നുള്ള റീസൺ ആണ് പലരും അസ്യൂം ചെയ്യുന്നത്, ഇപ്പോഴും ബാങ്കിന്റെ ഷെയർ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഗ്രോത്ത് ഇൻ ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഈ ഡെപ്പോസിറ്റുകളും അഡ്വാൻസും ബാങ്ക് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് സ്വീകരിക്കുന്ന പൈസ, അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ ആയിട്ട് കൊടുക്കുന്ന പൈസ. അപ്പോൾ ഇവിടെ
ഒരു ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോണുകൾ കൊടുക്കണം. അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ചെന്ന് ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ FD ഇടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് അതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ബാങ്കിന് ആ ലാഭം കിട്ടുക എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന FD എമൗണ്ട് ബാങ്ക് വേറെ ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കുമ്പോഴാണ് ബാങ്കിന് ആ ലോണിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴാണ് ലാഭം ഉണ്ടാവുക. അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോൺ കൊടുക്കുമ്പോഴാണ് ബാങ്കിന് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റുക. ഇവിടെ ഈ ഗ്രോസ് അഡ്വാൻസസ് കാണിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന ലോണുകളെ കുറിച്ചാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിലെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 1.6% മാത്രമാണ് ബാങ്ക് കൊടുക്കുന്ന ലോണുകളിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. അതായത് കാര്യമായിട്ടുള്ള ഇൻക്രീസ് ഒന്നും ബാങ്ക് ലോൺ കൊടുക്കുന്നതിൽ വരുത്തിയിട്ടില്ല. ബാങ്ക് വലുതാവും തോറും ബാങ്ക് കൊടുക്കുന്ന ലോണുകളുടെ എമൗണ്ടിൽ കൂടുതൽ ഉണ്ടാവണം. ഇവിടെ ബാങ്കിന്റെ എന്താ പറയുക, കഴിഞ്ഞൊരു 3 ക്വാർട്ടർ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ബാങ്ക് കൊടുക്കുന്ന ലോണുകളുടെ എമൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. ഒരു 1.62% റേഞ്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതും ആളുകൾ ഒരു കൺസേണിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴും ഈ നമ്പേഴ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നില്ല. ഇപ്പൊ മാർച്ച് 2020 തൊട്ട് ജൂൺ 2023 വരെയുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പിന്നീടാണ് സ്ലോ ഡൗൺ ആയിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ സ്ലോ ഡൗൺ ആയി നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു റീസണും ആളുകൾ പറയുന്നുണ്ട് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടെന്ന്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ HDFC ബാങ്കിന്റെ നിലവിലെ ആളുകൾ പറയുന്ന നെഗറ്റീവ്സിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഫാർ ബെറ്റർ ആണ് ഇവരുടെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ HDFC ബാങ്കിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളും എൻ്റർ ചെയ്യേണ്ടതെന്ന്. ഇത് ഞാൻ പറയുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടൊന്നും കൂട്ടണ്ട, എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ഒരു അനാലിസിസ് നടത്താം. പിന്നെ ഞാൻ ബാങ്കിന്റെ പോസിറ്റീവ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഷെയർ പ്രൈസ് കയറും എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഓൾമോസ്റ്റ് ഒരു 2000 റേഞ്ചിലേക്കെങ്കിലും, അതായത് ഒരു 25%, 30% എങ്കിലും ഇൻക്രീസ് വരും എന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട്. ആ 30% കയറാന്ന് പറഞ്ഞാൽ വിത്തിൻ 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ കയറുന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ 2 വർഷം എടുക്കാം, ചിലപ്പോൾ 2.5 വർഷം എടുക്കാം, സമയം എടുക്കും. ചിലപ്പോൾ ഇമീഡിയറ്റ്ലി കയറുന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കയറുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, അല്ലെങ്കിൽ ആ റീസൺസ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് കൺസോളിഡേഷനും കറക്ഷനും തന്നെയാണ്. ഇപ്പോൾ സ്റ്റോക്കിന്റെ പീക്ക് പ്രൈസ് എന്ന് പറയുന്നത് 1700 റേഞ്ച് വരെ പോയിട്ടുണ്ട്. 1700 കുറച്ചും കൂടി മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 10%, 15%, ഈവൻ ചില പോയിന്റിൽ 25%, 20% അടുത്ത് വരെ കറക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കറക്ഷൻ നടത്തി വീണ്ടും റീട്രേസ് ചെയ്തു, വീണ്ടും കറക്ഷൻ നടത്തി വീണ്ടും റീട്രേസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് പ്രൈസ് കറക്ഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു. സ്റ്റോക്കിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഡിറ്റർമിൻഡ് ആയി, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള മട്ടിലാണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്കിന്റെ പ്രൈസ് നിൽക്കുന്നത്. ഈ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നല്ലപോലെ സ്റ്റോക്കുകൾ കയറുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇതിന്റെ പ്രൈം എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ITC എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഈ കാണുന്നത് ITCയുടെ ചാർട്ടാണ്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. ITC നോക്കിക്കഴിഞ്ഞാൽ ഒരിടയ്ക്ക് ITCനെ ട്രോളുകളും മീമുകളും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ആളുകൾ. കാരണം ITC സ്ഥിരം 200 റേഞ്ചിൽ നിന്ന് ആ ഒരു 200-220 റേഞ്ചിൽ നിന്ന് ITC മാറിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറെ കാലം ITCന്റെ ട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ ITC ഇത് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഈ റേഞ്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് ഒരു 2020 അവസാനം തൊട്ടിട്ട് 2022 പാതി വരെ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തോളം, അല്ലെങ്കിൽ ഒരു 1.25 വർഷത്തോളം ITC ഒരേ റേഞ്ചിൽ തന്നെ 200 റേഞ്ചിൽ തന്നെ നിന്നിട്ടുണ്ട്. അതേമാതിരി അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ITC ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ 1.5 വർഷം 2 വർഷത്തിന്റെ അടുത്ത് നിന്നിട്ടുണ്ട്. അതേമാതിരി ഇവിടെ അങ്ങനെ തന്നെ ITC കുറെ കാലം റേഞ്ച് ബൗണ്ട് ആയിട്ട് നിന്നിട്ടുണ്ട്. റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കും, ബ്രേക്ക് ഔട്ട് നടത്തും, നല്ലപോലെ കയറും, വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യും, പിന്നെ താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. ഇത് കോവിഡിന്റെ ടൈമാണ്. അതുകൊണ്ട് വീണ്ടും ഈ റേഞ്ച് ബൗണ്ടിൽ നിന്ന് 220 പിന്നെ ITC തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 450-500 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നല്ല കാര്യമാണ്, സ്റ്റോക്കിൽ അക്യുമുലേഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ആ പോയിന്റിലേക്ക് ഞാൻ ഇനി വീണ്ടും വരാം. ഇനി പറയാൻ പറ്റുന്ന വേറൊരു റീസൺ എന്ന് പറയുന്നത് HDFC ബാങ്കിൽ കണ്ടുവരുന്ന പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചാണ്. ഞാൻ സ്ക്രീനറിന്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. HDFC ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്വാർട്ടറിലും പ്രോഫിറ്റ് കൂടി തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ മാർച്ച് 2021 8,444 CR ആണ് അവരുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ഓരോ ക്വാർട്ടറിൽ, ഈ ക്വാർട്ടറിൽ ഡിപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ പിന്നീടുള്ള ഓരോ ക്വാർട്ടറുകളിലും പ്രോഫിറ്റ് കയറി സബ്സ്റ്റൻഷ്യലി കയറുന്നുണ്ട്. ചെറിയ രീതിയിലൊന്നുമല്ല കയറുന്നത്. ഇപ്പോൾ ഈ അവസാനത്തെ ഒരു ട്രെയിലിംഗ് 12 മന്ത്സോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ക്വാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18,000 CR ആണ് പ്രോഫിറ്റ്. അതായത് ഓൾമോസ്റ്റ് 100% അടുത്ത് പ്രോഫിറ്റിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 100% പ്ലസ് പ്രോഫിറ്റ് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ.
അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇനി ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കാം. P&L നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും 2013 തൊട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. 13 തൊട്ടിട്ട് ഓരോ വർഷം പ്രോഫിറ്റിൽ ഇൻക്രീസ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 65,000 CR ആണ് അവരുടെ പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ വർഷവും പ്രോഫിറ്റിൽ നല്ല രീതിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാലോ അത് ഷെയർ പ്രൈസിൽ റിഫ്ലക്റ്റ് ആവുന്നില്ല. ഷെയർ പ്രൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാണ് കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ ആയിരിക്കാം സംഭവിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള അക്യുമുലേഷൻ അല്ലെങ്കിൽ എനിക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് അറിയില്ല. അക്യുമുലേഷൻ ആവാൻ തന്നെയാണ് സാധ്യത. കാരണം ITCയിൽ ഇത് തന്നെയാണ് കണ്ടുവന്നിരുന്നത്. ഇതൊരു കോമൺ ട്രെൻഡാണ്. ഇത് തന്നെ മിക്ക കുറെ സ്റ്റോക്കുകൾ നിങ്ങൾ കാണാൻ പറ്റും. എല്ലാ സ്റ്റോക്കുകളിലും എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അത് HDFC ബാങ്കിൽ സംഭവിക്കുന്നതെന്ന് പറയാം. പ്രോഫിറ്റബിലിറ്റി കൂടുന്നുണ്ട്. അതുമാതിരി വോളിയം ബിൽഡപ്പ് ആണ് അടുത്ത റീസൺ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം HDFCയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു 4 വർഷമായിട്ട് ഇല്ലാത്ത വോളിയമാണ് HDFC ബാങ്കിൽ ഇപ്പൊ കാണുന്നത്. ട്രേഡഡ് വോളിയത്തിന്റെ എമൗണ്ട് നിങ്ങൾ നോക്കിയേ, നല്ല രീതിയിൽ വോളിയം കൂടുന്നുണ്ട്. ഓരോ ദിവസം ആളുകൾ ട്രേഡ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടുന്നുണ്ട്. ഈ വോളിയം കൂടുന്നതിന്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ എന്താണ് വോളിയം കൂടുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ബിഗ് പ്ലെയേഴ്സ് സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് വോളിയം കൂടാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. വേറെയും കാരണങ്ങളുണ്ട്. വൺ ഓഫ് ദാറ്റ് റീസൺ എന്ന് പറയുന്നത് HNIs അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിൽ ട്രേഡിങ് നടത്തുന്നതുകൊണ്ടാണ്. ഇത്രയും കാലം സ്റ്റോക്കിന്റെ വോളിയം ഡ്രൈഡ് അപ്പ് ആയിരുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 1 ഇയറിന്റെ അടുത്തായിട്ട് സ്റ്റോക്കിൽ നല്ലപോലെ വോളിയം വരുന്നുണ്ട്. അപ്പൊ ഈ വോളിയം ഇങ്ങനെ ബിൽഡപ്പായി ഏതെങ്കിലും ഒരു സൈഡിലെ ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോ ഈ സ്റ്റോക്ക് വെച്ച് ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് വോളിയം കൂടുന്നത്. അപ്പൊ ബൈ സൈഡ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബൈ സൈഡിലാണ് വോളിയം കൂടുന്നതെന്നുണ്ടെങ്കിൽ ഈ ബയേഴ്സിനൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടണ്ടേ. പ്രോഫിറ്റ് കിട്ടുക ഒരു ബ്രേക്ക് ഔട്ടിലൂടെയാണ്. അപ്പൊ ബ്രേക്ക് ഔട്ട് നടക്കുക എപ്പോൾ വേണമെങ്കിലും നടക്കാം, നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അപ്പൊ ഒരു പോയിന്റിൽ ഈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ കൂടിയിട്ട് ഈ സ്റ്റോക്കിന് ഒരു ബ്രേക്ക് ഔട്ട് കൊണ്ടുവരുന്ന പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാനൊന്നും പറ്റിയെന്നില്ല. കാരണം നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ആയിരിക്കും സ്റ്റോക്ക് കയറുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിലേക്ക് അതിന് മുന്നേ ആ ബ്രേക്ക് ഔട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ പൊസിഷൻ ബിൽഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ വോളിയൂംസ് കയറിക്കൊണ്ടിരിക്കുക. ഇനി വേറൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ HDFCയുടെ ബുക്ക് വാല്യൂവിന്റെ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ബുക്ക് വാല്യൂ കൺസിസ്റ്റന്റ് ആയിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും ബുക്ക് വാല്യൂവിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ബുക്ക് വാല്യൂ കൂടുന്നുണ്ട്. ബുക്ക് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ബുക്ക് വാല്യൂ ബേസിക്കലി പറയുന്നത് കമ്പനിയുടെ ഒരു നെറ്റ് വാല്യൂ ആണ് പറയുന്നത്. കമ്പനി ബുക്ക് വാല്യൂ കൂടുന്നതോറും കമ്പനിയുടെ എന്താ പറയുക ടോട്ടൽ അസറ്റുകൾ അല്ലെങ്കിൽ ടോട്ടൽ കമ്പനിയുടെ നെറ്റ് വർത്ത് കൂടുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക നെറ്റ് അസറ്റ് മൈനസ് നെറ്റ് ലയബിലിറ്റി, അതായത് കമ്പനിയുടെ മൊത്തം ആസ്തി മൈനസ് കമ്പനിയുടെ മൊത്തം കടങ്ങളൊക്കെ കൂട്ടിയും കിഴിച്ചും വരുമ്പോഴാണ് ബുക്ക് വാല്യൂ കിട്ടുക. ഇവിടെ ബുക്ക് വാല്യൂ കൂടുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കമ്പനിയുടെ നെറ്റ് വർത്ത് കൂടുന്നുണ്ടെന്നാണ്. നെറ്റ് വർത്ത് കൂടിയിട്ടും ഷെയർ പ്രൈസിൽ വീണ്ടും അവിടെ റിഫ്ലക്ഷൻ ഷെയർ പ്രൈസിൽ സംഭവിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ITCയിൽ സംഭവിച്ച മാതിരി തന്നെ ആ കൺസോൾട്ടേഷനിൽ നിന്ന് മാറാനായിട്ടോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആ മാറ്റം സംഭവിക്കാം. അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ എൻട്രി നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ സ്ക്രീനറിലാണ് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ HDFC ബാങ്കിന്റെ ഒഫീഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലും ഇതേ കാര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇപ്പൊ കാണുന്നത് HDFC ബാങ്കിന്റെ ഒഫീഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബുക്ക് വാല്യൂ പെർഫോമൻസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഏറ്റവും റീസെന്റ് ക്വാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ ബുക്ക് വാല്യൂ പ്രൈസ് എന്ന് പറയുന്നത് 580 rupees ആണ് to 590 ആ റേഞ്ചിലാണ് ബുക്ക് വാല്യൂ നിൽക്കുന്നത്. അതായത് ഓരോ ക്വാർട്ടറിലും ബുക്ക് വാല്യൂ കൂടുന്നുണ്ട്, അതായത് കമ്പനിയുടെ നെറ്റ് വർത്ത് കൂടുന്നുണ്ട്. വീണ്ടും നെറ്റ് വർത്ത് കൂടിയിട്ട് ഷെയറിൽ അത് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സൂണർ ഓർ ലേറ്റർ അത് റിഫ്ലക്റ്റ് ആവണം. റിഫ്ലക്റ്റ് ആയില്ലെങ്കിൽ റിഫ്ലക്റ്റ് ആവേണ്ടതാണ്. അതാണ് അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അത് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ HDFC ബാങ്കിൽ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് HDFC ബാങ്കിന്റെ ഒരു സബ്സിഡിയറിനെ കുറിച്ചാണ്. നിങ്ങൾ HDB ഫിനാൻഷ്യൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ഇവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് HDFC ബാങ്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ HDFC ബാങ്കിന്റെ സബ്സിഡിയറീസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിൽ ആദ്യത്തെ സബ്സിഡിയറി ഇല്ലേ ഇത് HDB ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഇതിൽ HDFC ബാങ്ക് 94% സ്റ്റേക്ക് ഉണ്ട്. 94%. അപ്പൊ ഈ HDB ഫിനാൻഷ്യൽസ് ഇനി വളരെ വൈകാണ്ട് തന്നെ വിത്തിൻ ഒരു 6 months മിക്കവാറും ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ അല്ലെങ്കിൽ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഈ കമ്പനി IPO മിക്കവാറും നടത്തും.
അപ്പോൾ IPO നടത്തി കഴിഞ്ഞാൽ HDFC ബാങ്ക് 94% ഷെയർ ഉണ്ട്. അപ്പോൾ HDFC ബാങ്ക് എന്തായാലും കുറച്ച് ഷെയറുകൾ വിൽക്കാണ്ട് പറ്റില്ല. അപ്പോൾ IPO നടത്തുന്ന പോയിന്റിൽ HDFC ബാങ്കിന് നല്ല രീതിയിലായിട്ട് ഈ ഷെയറുകൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു എമൗണ്ട് ഇവരുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ഈ എമൗണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റുകൾക്കോ അല്ലെങ്കിൽ ലോണുകൾ കൊടുക്കാനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും HDFC ബാങ്കിന് ഈ ഒരു പൈസ യൂസ് ചെയ്യാം. അപ്പോൾ ലിക്വിഡ് മണി ആയിട്ട് ഒരു വലിയ ബൾക്ക് എമൗണ്ട് HDFC ബാങ്കിന് ഇനി കിട്ടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീസണും HDFC ബാങ്ക് ഈ കൺസോളിഡേഷനിൽ നിന്ന് മാറുമെന്ന് തോന്നാനായിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയാണ് എനിക്കുള്ളത്. HDFC ബാങ്കും ഞാൻ ഹോൾഡ് ചെയ്യാണ്. ഇനിയും കാലങ്ങളോളം ഹോൾഡ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡുമാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 6 മാസം, 1 വർഷം, 1.5 വർഷം ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ടും എനിക്കൊരു മടിയില്ല HDFC ബാങ്കിൽ. ഈവൻ അത് മാത്രമല്ല, ഞാൻ സ്റ്റോക്കിൽ ഡിപ്പ് സംഭവിക്കും തോറും ഞാൻ പൊസിഷൻ കൂടുതൽ എൻ്റെ കയ്യിൽ ഫണ്ട് ഉള്ളതിനനുസരിച്ച് ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് HDFC ബാങ്കിലാണ്. പോർട്ട്ഫോളിയോൻ്റെ ഒരു 10% താഴെ, ഒരു 8%, 9% HDFC ബാങ്കിൽ മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് നടത്തി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ പോസിറ്റീവ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് എൻ്റെ കൺവിക്ഷൻ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, വ്യൂ പോയിന്റുകൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ എനിക്കും ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആളുകൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് HDFC ബാങ്കിനെ കുറിച്ച് ഈ വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.